എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂർ മേഖലയിലെ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ RRTക്ക് ഉൾപ്പെടെ കൂടുതൽ ആധുനിക ഉപകരണങ്ങളുമായി വനം വകുപ്പ് വിവിധ പദ്ധതികൾക്കുള്ള ഉപകരണങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നടന്ന ചടങ്ങ് ഈസ്റ്റേൺ സർക്കിൾ CCFK വിജയാനന്ദ് ആധുനിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ മേഖലയെന്ന് അദ്ദേഹം പറഞ്ഞു. കാട്ടാനകൾ, കടുവ, കരടി, പുലി, കാട്ടുപോത്ത് ഉൾപ്പെടെ നിലമ്പൂർ മേഖലയിൽ ജനജീവിതത്തിനും വനപാലകർക്കും ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ് വനപാലകർക്ക് വന്യജീവി ലഘൂകരണത്തിന് ആവശ്യമായ ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിലമ്പൂർ നോർത്ത്, സൗത്ത് DFOമാർ കാണിച്ച താൽപര്യത്തെയും ഈസ്റ്റേൺ സർക്കിൾ CCF അഭിനന്ദിച്ചു. കാട്ടാനകളെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ സംവിധാനമായ ഫൈബർ ഗ്ലാസ് സോളാർ ഹാങ്ങിങ് വൈദ്യുതി വേലി നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നടപ്പാക്കിയ നിലമ്പൂർ നോർത്ത് DFOP ദിനേഷ് കുമാറിനെ അദ്ദേഹം പ്രശംസിച്ചു. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. അപ്പോൾ കുറച്ച് വൈകി ഈ പാലക്കാട് ഇറങ്ങിയപ്പോൾ ഒരുപാട് റോഡിൻ്റെ ബ്ലാക്കും തിരക്കുള്ളതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാം കണ്ടതില്ല. അപ്പോൾ നേരത്തെ DFO പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനം വന്യജീവി പ്രശ്നം കൂടുതലുള്ള ഒരു മേഖലയാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ഇതൊരു പ്രധാന ഹോട്ട്സ്പോട്ടാണ്. കേരളത്തിൻ്റെ മൊത്തം ഒരു 12 ലൊക്കേഷനുകളിൽ പ്രധാന ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ആൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള RRT ടീമുണ്ട്. അതല്ലാതെ സ്പെഷ്യൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സുണ്ട്. പിന്നെ ഇവിടെ ഉള്ള മിക്കവാറും എല്ലാ സ്റ്റേഷനും ഒരു RRT പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്റ്റാഫ് നേരിടുന്നുണ്ട്. ഈ വളരെ അടുത്തൊരു 3 മാസം തന്നെ നമ്മൾ ഇവിടെ ഒരു നിലമ്പൂർ സൗത്തിലെ ഒരു 6 മാസം മുമ്പ് ഒരു കടുവായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ പുലിയെ പിടിച്ച് നമ്മൾ കാട്ടിട്ടുണ്ട്. വളരെ റീസെൻ്റായിട്ട് ഒരു കരടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ വന്നിട്ട് കൂടുതൽ ജനവാസ മേഖലയായതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളുടെ ഇൻ്റർഫേസ് നമുക്ക് കൂടുതലുമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൃഗങ്ങൾ പുറത്തു വരുന്നതുകൊണ്ട് അതിനെ തടയാനായിട്ട് നമ്മുടെ വനംവകുപ്പ് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ ജീവനക്കാർക്ക് ഇതിൻ്റെ പുറകിലാണ് ഇപ്പോൾ. അപ്പോൾ അവർ രാത്രിയും പകലും ഇതിൻ്റെ പുറകിൽ പോയിട്ടാണ് അതുകൊണ്ട് തടയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്നത് ഒരു 10% മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. അതല്ലാതെ ഒരു 90% ഇവർ ആൾറെഡി നേരത്തെ ആക്ട് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പുറത്തു വരാതെ തന്നെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ഒരു സിൻസിയറായിട്ടാണ് ഇവർ നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഈ മേഖലയിൽ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത്. ചടങ്ങിൽ 12 ബോർ പമ്പ് ആക്ഷൻ ഗൺ, അഗ്നി പ്രതിരോധ ഉപകരണങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ഉപകരണങ്ങൾ, വെറ്റിനറി ക്ലിനിക്കൽ പോസ്റ്റ്മോർട്ടം ലബോറട്ടറി ഉപകരണങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. ഫൈബർ ഗ്ലാസ് ഹാങ്ങിങ്, ഫെൻസിംഗ്, ചുമർ ചിത്രം എന്നിവയുടെ ഉദ്ഘാടനവും CCF നിർവഹിച്ചു. നിലമ്പൂർ നോർത്ത് DFOP ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ സൗത്ത് DFO OG ധനിക് ലാൽ, നിലമ്പൂർ ADCFമാരായ മിഥുൻ മോഹൻ, ശിവാനി സിംഗ്, നിലമ്പൂർ നോർത്ത് ACF അനീഷ സിദ്ദീഖ്, നിലമ്പൂർ റേഞ്ച് ഓഫീസർ P സൂരജ്, റേഞ്ച് ഓഫീസർമാരായ P ഷെരീഫ്, വിമൽ, ഷംനാസ്, JCA പ്രസിഡന്റ് ജിനി സാംസൺ, സോണിയ, നാജിയ, അരുൺ K നായർ എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ നിലമ്പൂർ.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.